എടേ ഞാൻ ഇന്നൊരു സൂപ്പർ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കാര്യം കുറച്ച് ഓൾഡാണ്, പഴയ ഒരു റെസിപ്പിയാണ് എന്ന് വിചാരിച്ച് ടേസ്റ്റിനങ്ങ് ഒരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് വീട്ടിൽ കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു സ്പെഷ്യൽ ഐറ്റം വെച്ച് ഞങ്ങൾ അന്നത്തെ ദിവസം മൊത്തം ഓടിക്കും. ചോറിന് വേണോ ചോറിന് ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ കഞ്ഞി, ഏത് കഞ്ഞിക്ക്, പൊടിയരി കഞ്ഞിയോ ഏത് കഞ്ഞിക്ക് ഈ ഐറ്റം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോഴത്തേന് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് തന്നെ കുറച്ച് തേങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ പൂപ്പലുണ്ടല്ലോ അവിടെ മൊത്തമായിട്ടൊന്നും കളഞ്ഞിട്ടില്ല, കുറച്ച് ചുരണ്ടി അങ്ങ് മാറ്റിയിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതെടുത്ത്, പിന്നെ ഒരു കഷ്ണം പുളി ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടം, അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ എരിയുടെ പാകത്തിനുള്ള വറ്റൽ മുളക്, അപ്പോൾ ഞാൻ കുറച്ചെണ്ണം എടുത്ത് വെച്ചു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ദാ അടുത്ത സാധനം എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ചുട്ടരച്ച ചമ്മന്തിക്കുള്ള പരിപാടിയാണെന്ന്. അങ്ങനെ ഉണ്ടായിരുന്ന ചിരട്ടയൊക്കെ ഞാൻ ഒരുവിധം വെട്ടിപ്പൊളിച്ചെടുത്തടേ. അപ്പോൾ എന്നിട്ടുണ്ടല്ലോ നല്ല ഉണങ്ങിയ ചിരട്ടയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ പഴയ അടുപ്പാണ്. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഈ ചിരട്ടയൊക്കെ വാരി കൂട്ടി സെറ്റ് ചെയ്തിട്ട് തീ പിടിപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, ഈ അടുപ്പിൽ തന്നെ തീ കൂട്ടിയിട്ട് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ നല്ല ഉണങ്ങിയ ചിരട്ട ആയതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തീ പിടിച്ച് വരും. കനലുണ്ടാക്കാനാണ് അടുത്ത പരിപാടി. കനലെന്ന് വെച്ചാൽ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതിനകത്ത് ചുട്ടെടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ തേങ്ങാ കഷ്ണങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ചുട്ടെടുക്കണം. ഇത് പെട്ടെന്ന് കയറി തീ പിടിക്കും, അതാണ് നമ്മൾ പെട്ടെന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് മൊത്തം ചുട്ടെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ചാമ്പലെല്ലാം തട്ടി കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ചാമ്പലൊക്കെ നമ്മുടെ വയറ്റിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിലും വലിച്ചെടുത്തോളും കേട്ടോ, ഇച്ചിരിയൊക്കെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ട വറ്റൽ മുളക്, അതും കരിഞ്ഞു പോകാതെ പെട്ടെന്ന് നമുക്ക് നല്ല ചൂടുള്ള കനലാണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് അരകല്ലിലിട്ടൊന്ന് ചതയ്ക്കണം. അപ്പോൾ ആദ്യം എടുത്ത് എന്തോന്നറിയാവോ, നമ്മുടെ ഈ തേങ്ങ എടുത്തിട്ടൊന്ന് ചതച്ചെടുത്ത്, അപ്പോൾ ഇത് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊള്ളിച്ച് വെച്ചിരുന്ന ചൂടാക്കി വെച്ചിരുന്ന വറ്റൽമുളകുണ്ടല്ലോ അതുകൂടെ ചതച്ച് ചേർക്കണം. അതിന് ശേഷം നമ്മുടെ ഉള്ളിയും പിന്നെ നമ്മുടെ ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ചേർത്തൊന്ന് ചതയ്ക്കുക. അതിന് ശേഷം നമ്മുടെ കറിവേപ്പില, നല്ല മണമാണ്, കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോഴത്തേനുണ്ടല്ലോ ഇതിൻ്റെ ലെവലങ്ങ് മാറുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേണ്ട നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ. ക്ഷമ വളരെ കുറവായതുകൊണ്ട് ഞാൻ അടുപ്പത്തിരുന്ന ചോറിനകത്തുനിന്ന് കുറച്ച് ചോറും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേണ്ട ഒന്ന് കഴിക്കാം. നല്ല ചൂട് കഞ്ഞി. ഇത് ചുട്ടെടുത്ത പപ്പടമാണ് കേട്ടോ, ചുട്ടെടുത്ത പപ്പടമുണ്ട്, പിന്നെ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്ത് പറയാനാ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല.